അപ്പം ഞാനിന്ന് ഇരിക്കുന്നത് ചാലിയാറിൻ്റെ തീരത്താണ്. നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ? അപ്പോൾ ഈ ഭംഗിയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ഒരു 4 വരി പാട്ട് പാടിയതാണ്. പിന്നെ എന്താ വെച്ചാൽ മഴ, അതാണ് ഞാൻ കുടയൊക്കെ ചൂടിയിരിക്കണേ. ആകെ നനഞ്ഞു. കുറച്ച് മുന്നേ നല്ലോണം മഴ പെയ്തു. അപ്പോൾ മഴയൊക്കെ ഒന്ന് ചോരട്ടെ എന്ന് വിചാരിച്ചിരുന്നു ഞങ്ങൾ. നമുക്ക് എന്നാൽ ഇനി ഫുഡ് ഉണ്ടാക്കാൻ ഒരുങ്ങിയാലോ? അപ്പം നല്ല മഴ ആയതുകൊണ്ട് പുറത്ത് വെച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മഴ കൊള്ളാത്തൊരു ഇത്തിരി സ്ഥലം ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. KFC ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ വീഡിയോ സ്പോൺസർ ചെയ്തത് എക്സ കളക്ഷൻസ് കിഴിശ്ശേരിയാണ്. ഫ്ലവറിൻ്റെ കടയാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ നമ്മളെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാനുള്ള അങ്ങനത്തെ ഒരു കടയാണ്. അപ്പോൾ ഇപ്പോൾ നല്ല വിലക്കുറവുണ്ട് കേട്ടോ അവിടെ. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥല പരിമിതി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇതാ ചിക്കൻ ഒരു ഇത്ര വലിയ കഷ്ണാക്കിയിട്ട് വാങ്ങിച്ചതാണ്. സ്കിന്നോട് കൂടിയാണ് വേണ്ടിയിരുന്നത്, പക്ഷേ നമുക്ക് അങ്ങനെ കിട്ടിയില്ല. തൽക്കാലം ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ അതിക്ക് വേണ്ടെങ്കിൽ മസാല തയ്യാറാക്കി എടുക്കാം. നമ്മൾ കുറച്ച് മുളക് പൊടി, ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച പെരിഞ്ജീരകപ്പൊടിയാണ്, അതിട്ടു. പിന്നെ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതിക്ക് വേണ്ടത് എന്താ വെച്ചാൽ മൈദപ്പൊടിയാണ്. അപ്പോൾ മൈദപ്പൊടിയും കൂടി നമ്മൾ ഇതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 300 മൈദപ്പൊടി ഞാൻ ഇതിക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലവർ പൊടിയും കൂടി ഇടണം. ഇപ്പോൾ ഒരു 4 സ്പൂണ് കോൺഫ്ലവർ പൊടി ഇടുകയാണേ. നമ്മൾ തൈരാട്ടോ ഒഴിക്കണേ. ഒരു 4 സ്പൂണ് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ മുളക് പൊടിയൊക്കെ എടുത്ത അതേ സ്പൂൺ കൊണ്ട് തന്നെയാണ്. ഒന്നാമത് മഴയായിട്ടൊരു സുഖം കിട്ടുന്നില്ല. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനൊരു 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി നമുക്ക് മുട്ടയും കൂടി ഇതിക്ക് പൊട്ടിച്ചൊഴിക്കണം. ഞാൻ 3 മുട്ടയാണ് ഇട്ട് എടുത്തത്. ഇനി ലാസ്റ്റ് നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ഒന്ന് മിക്സാക്കുക എല്ലാം കൂടി. ഉപ്പ് നോക്കിയിട്ടിടണം. ഇതൊന്ന് എല്ലാം കൂടി കൂട്ടിയിട്ടൊന്ന് നല്ലോണം ഒന്ന് കുഴയ്ക്കുക. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഞാൻ ചെയ്യണത്. വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്. ഒരു സംഭവം കൂടി ഞാൻ അതിൽ ചേർക്കാൻ മറന്നുപോയി. നമ്മളെ ചെറുനാരങ്ങയാണേ. അത് ഞാൻ ഇപ്പോൾ ഇതിലൊഴിക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചേക്കുക. എന്നിട്ട് നമുക്ക് ചെറുനാരങ്ങ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങേൻ്റെ നീരും കൂടി ഒഴിക്കുകയാണേ. ഇത് നല്ല നീരുള്ള ചെറുനാരങ്ങയാണ്. അപ്പോൾ നമുക്ക് ഒരു പകുതി കഷ്ണം മതി. ഇനി ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം. കളർ ഇത്ര തന്നെ ഉണ്ടാവുള്ളൂടാ. ഇങ്ങനത്തെ കളർ തന്നെയാണ് KFC ഉണ്ടാവുക. എന്താണ് മനു ഇത്? മുളക് പൊടി എല്ലാവരും ഒന്നും ചേർക്കൊന്നുമില്ല. പിന്നെ നമ്മൾ മലയാളികൾക്ക് എന്തായാലും മുളക് കളറും എരിവൊക്കെ വേണ്ടി വരുമല്ലോ ചിക്കനൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഞാൻ അതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഇത് കാശ്മീരി മുളക് പൊടി കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് കുറവ് തന്നെ ആയിരിക്കും, പക്ഷെ കളറ് കുറച്ചുണ്ടാവും. ടേസ്റ്റ് അടിപൊളിയാണ്. അതിന് ഒരു ഞാൻ പറഞ്ഞതില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി ഞാൻ ഗ്യാരണ്ടിയടാ. ഇനി നമുക്ക് ഇതിനൊരു ചെറിയ സംഭവം ചെയ്യാണ്ട് കേട്ടോ. എന്താ അറിയോ, ഇങ്ങനെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കുക. അതെന്തിനാ വെച്ചാൽ ഈ മസാലയൊക്കെ നല്ലോണം ഉള്ളിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്തായാലും ഒരു 4 മണിക്കൂർ വരെ ഉണ്ടെങ്കിലും ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണം. നമുക്കിപ്പോൾ 4 മണിക്കൂർ വരെയൊക്കെ സമയം ഉണ്ടാവുമോ, കാരണം മഴ കുറേ നേരം മഴയും കൊണ്ട് അവിടെ ഇവിടെയും കയറിയിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു മഴ കൊള്ളാത്തൊരു സ്ഥലത്ത് നമ്മൾ വെച്ചിങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പുരട്ടി വെക്കുകയാണ്. ഇത് മസാലയൊക്കെ തേക്കുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ഒന്ന് കുത്തി ഓട്ടയാക്കി വെക്കണേന്നു. എന്താ വെച്ചാൽ ഈ മഴ ആയതുകൊണ്ട് എല്ലാതും ഒക്കെ ഞാൻ മറന്നുപോയി. കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുത്തി ആക്കിയാലും മതി, കാരണം ഒരുപാട് സമയം വെക്കണ്ടല്ലോ നമ്മൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒക്കെ ഇറങ്ങിക്കോളും. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 3-4 മണിക്കൂർ നേരം ഇതൊന്നും അവിടെ സെറ്റ് ആവട്ടെ. അപ്പോഴാണ് നമ്മളെ KFCക്ക് അതേ രുചി കിട്ടുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ വെച്ച് തന്നെ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. മഴ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇനി ഇതിപ്പോൾ ഒരിക്കലും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ടാണ് ചെയ്യണത്. കഴിഞ്ഞ ഈ വർഷം ഇപ്പോൾ ഈ ചാലിയാർ ഞാൻ പറഞ്ഞില്ലേ, ചാലിയാറിൻ്റെ തീരത്താണ് ഞാൻ ഇരിക്കണതെന്ന്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ മഴയത്ത് ഈ പമ്പ് ഹൗസൊക്കെ മുങ്ങിയിരുന്നു. അവിടെ അപ്പുറത്തെ വീടും ഒന്നായിട്ട് വീടുകളിലേക്കൊക്കെ വെള്ളം കയറി ആകെ
ഇടങ്ങേറായിരുന്നു. ഇപ്പോഴും ഇനിയിപ്പോൾ അതുപോലത്തെ ദുരവസ്ഥകളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അല്ല അപ്പം എന്താ ചെയ്യുക? ഇപ്പം തന്നെ കണ്ടില്ലേ, വെള്ളം കൂടിക്കൂടി വരികയാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ആയിക്കൂടെയൊക്കെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ജസ്റ്റ് കാലിങ്ങനെ മുങ്ങാനുള്ള വെള്ളമുള്ളായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോഴേക്ക് ഒരു ഇതൊക്കെ നനയുന്ന എനിക്ക് തോന്നണത്. കാരണം അതാ വെള്ളം നല്ലോണം ഏറി വരുന്നുണ്ട്. അപ്പം നമുക്ക് അധികം നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ നിന്ന് എടുക്കാം. കണ്ടില്ലേ, അവിടെ കണ്ടതാ, അവിടെ തലക്കിലൊരു കുറ്റി കണ്ടു. അവിടെ നിന്ന് നേരത്തെ ഞങ്ങൾ ഇരുന്നത്. ഇപ്പോൾ അവിടേക്കൊക്കെ വെള്ളം കയറി വരികയാണ്. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല, വീട്ടിൽ പോയിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കാണാം. അപ്പം നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മഴ എപ്പോഴും നിർത്താതെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ എന്തായാലും നമ്മൾ പകുതി ചെയ്തില്ല, ഇനി ഫുള്ളാക്കാതെ രക്ഷയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങാച്ചത്. ഇനി അപ്പോൾ അടുപ്പൊക്കെ നല്ലോണം കത്തുണ്ട്. നമുക്ക് ചട്ടി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായി. നമുക്ക് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് വാങ്ങിയത്. 1 ലിറ്റർ ഓയിലുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഫുള്ളായിട്ട്. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടാവണം, എന്നാലും നമ്മൾ ആ ചിക്കൻ അതിലിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചൂടായതിന് ശേഷം പിന്നെ വല്ലാതെ കത്തിക്കരുത്. ചിക്കൻ ഇട്ടതിന് ശേഷം പിന്നെ വല്ലാതെ കത്തിക്കരുത്. ചെറിയ തീയിലങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളറ്റ വേവും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം നല്ലോണം കത്തിയിട്ട് എണ്ണ നല്ലോണം ചൂടായിട്ട് നമുക്ക് തീ കുറച്ച് കൊടുക്കണം. അപ്പോൾ ഈ എണ്ണ ചൂടാവണ നേരം കൊണ്ട് നമുക്ക് നമ്മൾ ആദ്യം മസാല ചേർത്ത് വെച്ചില്ലേ, അതിൻ്റെ ഓരോരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതേപോലെ ഓട്സിൽ, ഞാൻ ഇവിടെ ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓട്സിലൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മുക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് പാത്രത്തിൽ ഇങ്ങനെ വെക്കുക. ഇവിടെ നമ്മളെ ലെഗ് പീസ് പോയി. ലെഗ് പീസ് ഇതിലുണ്ട്, നോക്കട്ടെ ഞാൻ താഴെ. എൻ്റെ മോള് പറഞ്ഞേന്ന് ഓൾക്ക് ലെഗ് പീസ് വേണം കേട്ടോ എന്ന്. അപ്പോൾ നമ്മളെ ചിക്കനെ ഞാൻ നല്ലോണം നമ്മളെ ഓട്സിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം ഓരോന്നായിട്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മളെ ലെഗ് പീസിൽ, നമ്മളെ ചിന്നക്കുട്ടിക്കുള്ള ലെഗ് പീസാണ്. ആദ്യം തന്നെ ലെഗ് പീസിനെ വെള്ളം ഇങ്ങനെ വെച്ചത്. തീ നല്ലോണം ശ്രദ്ധിക്കണം, ഈ സമയത്ത് തീ കുറച്ച് കൊടുക്കണം. ഈ ചെറിയ തീയിൽ കിടന്നങ്ങനെ വേവട്ടെ. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ച് നോക്കാം ഞാൻ. കുഴപ്പമൊന്നുമില്ല. നമ്മളെ ചിക്കൻ ഇങ്ങനെ നല്ലോണം ഒരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ലെഗ് പീസ് കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് KFC റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു ടിഷ്യൂ പേപ്പർക്ക് ഇങ്ങനെ എടുത്തേക്കാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ തീ നല്ലോണം കത്തുണ്ട്, എണ്ണ ഒന്ന് ചൂടാറിയുന്നു. അപ്പോൾ ഇനി നല്ലോണം കത്തിയതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് വയ്ക്കാം. നമ്മൾ രണ്ടാമതിട്ടതും ഏകദേശം വെന്ത് തുടങ്ങിയതിന് നമുക്കിനി ഇതും വാങ്ങി വയ്ക്കണം. അപ്പോൾ നമ്മളെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഞാനും ചിന്നും കൂടി തിന്നാണ്. ചിന്നു ഇതിൻ്റെ മോളാണ്. ചെറുതായിട്ട് പാട്ടൊക്കെ പാടും. ഞാൻ അടുത്ത എപ്പിസോഡുകളിലൊക്കെ അവൾ നിങ്ങൾക്ക് പാട്ട് പാടി തരുന്നതായിരിക്കും. അടുത്തെടുത്തോ എൻ്റെ ലെഗ് പീസ്. അടിപൊളി ട്ടോ, സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാം, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് പേജും ഒന്നും കൂടി ലൈക്ക് ചെയ്യുക എല്ലാവരും. അപ്പോൾ ആരും ബേജാറാവണ്ട, ഇടങ്ങാറാവണ്ട, എല്ലാവരും വെച്ചോളി തിന്നോളി. നല്ല രസമുണ്ട്, അടിപൊളിയാണ്. മഴ നല്ലോണം പെയ്യുന്നുണ്ട്. മഴയത്ത് ഇതേപോലെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തിന്നാൻ എന്താ രസം. നല്ല അടിപൊളിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഓട്സൊക്കെ ഇങ്ങനെ ഇതിൽ ചേർത്തിട്ടേ സൂപ്പർ ടേസ്റ്റ്. ചിന്നു കുറേ ആയി എന്നോട് പറയണു KFC ഉണ്ടാക്കി തരാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക, കഴിക്കാം.